Hi students, welcome to the second day of our discussion with regard to accounts on non-profit organization. In the first day, we discussed about the basic aspects of accounting aspects of non-profit organization. നമ്മൾ ഇന്നലെ ഏതൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ വരികയെന്ന് കണ്ടു, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്ന് നോക്കി, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്താന്ന് കണ്ടു, തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിച്ചു അല്ലെ. ബാലൻസ് ഷീറ്റിൽ നമ്മുടെ ക്യാപിറ്റൽ റിസർവ് സർപ്ലസ് ഏത് രീതിയിലാണ് കാണിക്കാന്ന് പഠിച്ചു അല്ലെ. ദെൻ ചില ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്തു പരിചയപ്പെടുകയും ചെയ്തു ആണോ. കോർപ്പസ് ഫണ്ട്, സബ്സ്ക്രിപ്ഷൻ, മെമ്പർഷിപ്പ് ഫീ, എൻട്രി ഫീ, ഡൊണേഷൻ, ദെൻ മെഡിസിൻസ് കൺസ്യൂംഡ്. ഓക്കെ, ഇതൊക്കെ ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ നോക്കും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് മൈ ലെക്ചർ 2 ഡേ 2. ഓക്കെ, മൈ ലെക്ചർ 2 ഡേ 2 നമുക്ക് കവർ ചെയ്യാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം ചെയ്ത് നോക്കുക, ചില പ്രോബ്ലംസ് എന്ത് ചെയ്യുക ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ബേസിക് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു 4 മാർക്ക് മുതൽ 16 മാർക്കിന് വരെ വേണമെങ്കിൽ എന്ത് ചെയ്യാം ഈ ഭാഗത്ത് നമുക്ക് ഉണ്ടാവാം. ഓക്കെ, അപ്പൊ അത്രയും ചെറിയ ഭാഗം തൊട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും ചെയ്തു പോകും. നമ്മൾ ആദ്യം നോക്കണത്, ഫസ്റ്റ് ഞാൻ ആദ്യത്തെ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ചെയ്യണത് ഒരു എക്സ്പെൻസ് പെയ്ഡിന്ന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്ക് എത്ര എക്സ്പെൻസസ് കൊണ്ടുപോവാം, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്ക് ഒരു എക്സ്പെൻസ് എത്രത്തോളം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഒരു എക്സ്പെൻസിന് എത്രത്തോളം എക്സ്പെൻസ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റിൽ കാണിക്കാൻ പറ്റും, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. എക്സ്പെൻസ് പാർട്ടും ചെയ്യും, ഇൻകം പാർട്ടും ചെയ്യും. ഓക്കെ, അതിനുശേഷം നമ്മൾ ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, പിന്നെ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, പിന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുക, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുക, അതുപോലെ 3ഉം പ്രിപ്പയർ ചെയ്യുന്ന പ്രോബ്ലംസ്. ഇത്രയാണ് നമുക്ക് ടോട്ടൽ പ്രോബ്ലത്തിൽ കവർ ചെയ്യാനുള്ളത്. 1-2 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുള്ളൂ. ഇന്ന് നമ്മൾ ബേസിക് പ്രോബ്ലംസ് എന്ത് ചെയ്യുന്നു കവർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോളൂ, ബോർഡിലേക്ക് നോക്കുക. എക്സാമ്പിൾ 1 ശ്രദ്ധിച്ചോളൂ, എന്താ പറഞ്ഞിട്ടുള്ളത്? കമ്പ്യൂട്ടേഷൻ ഓഫ് എക്സ്പെൻസസ് ടു ബി ട്രാൻസ്ഫേർഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ from the following information. താഴെ പറയുന്ന ഇൻഫോർമേഷനിൽ നിന്ന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എത്ര എക്സ്പെൻസസ് ട്രാൻസ്ഫർ ചെയ്യണം. ഞാൻ പൊതുവേ പറയാറുള്ള ഒരു കാര്യമുണ്ട്, അക്കൗണ്ട്സ് പഠിക്കുമ്പോൾ എപ്പോഴും ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്ന രൂപത്തിലാക്കി മാറ്റാം. കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും മുറിച്ച് അനലൈസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാൻ. അപ്പൊ നോക്കാം അത് എങ്ങനെയാ ചെയ്യാന്നുള്ള ക്വസ്റ്റ്യൻ തന്നെ വായിച്ചു നോക്കാം. എക്സ്പെൻസസ് പെയ്ഡ് 20,000, 20,000 രൂപ പേ ചെയ്തിട്ടുണ്ട് എന്നാ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ നിങ്ങളുടെ മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക. പെയ്ഡ് എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം ഇതെന്തായാലും റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലേക്ക് വരേണ്ടതാണ് അല്ലെ. പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലേക്ക് വരേണ്ടതാണ്. മാത്രമല്ല നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റില് ഈ വർഷത്തെ ഉണ്ടാവാം, കഴിഞ്ഞ വർഷത്തെ ഉണ്ടാവാം, വരും വർഷത്തിൽ നമ്മൾ പേ ചെയ്യുന്നുണ്ടാവാം അല്ലെ. അപ്പൊ ഈ 20,000 എന്നുള്ളതില് ഈ വർഷത്തെ ആസ്പെക്ട് ഉണ്ടാവാം, കഴിഞ്ഞ വർഷത്തെ പേയ്മെന്റ് ഉണ്ടാവാം, വരും വർഷത്തെ പേയ്മെന്റ് ഉണ്ടാവാം. നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ നിന്ന് എത്ര മാത്രമേ കൊണ്ടുപോകേണ്ട ആവശ്യമുള്ളൂ, ഏത് മാത്രമേ കൊണ്ടുപോകേണ്ട ആവശ്യമുള്ളൂ, ഈ വർഷത്തെ. ബിക്കോസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലെ കറന്റ് ഇയർ പൊസിഷൻ അറിയാനാണ് ഇന്നലെ പഠിച്ചിരുന്നു അല്ലെ. അപ്പൊ ഈ 20,000 കറന്റ് ഇയർ എത്ര എക്സ്പെൻസസ് പേ ചെയ്തിട്ടുണ്ടോ അത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, then expenses outstanding opening 5,000. എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ എക്സ്പെൻസസ്, പേയബിൾ എക്സ്പെൻസസ് എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ആണ് ഈ വർഷത്തെ ഓപ്പണിംഗ് എന്നുള്ളത്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ പേയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ദ ഓർഗനൈസേഷൻ ഈസ് ഫോളോയിങ് ആൻ അക്രൂവൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്, അക്രൂവൽ സിസ്റ്റം ഉള്ളത് കൊണ്ടാണല്ലോ പേയബിൾ എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം വരുള്ളൂ, അല്ലെങ്കിൽ വരില്ല. അപ്പൊ ഈ പറയുന്ന ഓർഗനൈസേഷൻ ഏതന്നെയാ ഫോളോ ചെയ്യുന്നുണ്ടാവുക, അക്രൂവൽ സിസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്യുന്നുണ്ടാവുക അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പേയബിൾ, കഴിഞ്ഞ വർഷം പേ ചെയ്യാനുള്ളത് കഴിഞ്ഞ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഓൾറെഡി പോയിട്ടുണ്ടാവില്ലേ അല്ല. അതിന്റെ ജേർണൽ എൻട്രി എന്താണ് കഴിഞ്ഞ പാസ് ചെയ്തിട്ടുണ്ടാവുക, എക്സ്പെൻസസ് അല്ലെ ടു എന്താ എക്സ്പെൻസസ് പേയബിൾ. എത്രയാ 5,000. ഈ 5,000 എക്സ്പെൻസ് എവിടെ പോയിട്ടുണ്ടാവും, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ പോയിട്ടുണ്ടാവും. ഇത് ബാലൻസ് ഷീറ്റിൽ ക്ലോസിംഗ് ഫിഗർ ആയിട്ട് നിർത്തിയിട്ടുണ്ടാവും. ഇതല്ലേ കഴിഞ്ഞ ചെയ്തിട്ടുണ്ടാവുക. ഈ ഐറ്റം അല്ലേ ഈ പറയുന്ന സാധനം എന്നുള്ളത്, ആണോ? ക്ലിയർ ആയല്ലേ? അപ്പൊ എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം എക്സ്പെൻസ് ആണ്, കഴിഞ്ഞ വർഷം അത് പേ ചെയ്തിട്ടില്ല, അതുകൊണ്ട് പേയബിൾ ആയിട്ട് കാണിച്ചു. ഈ 5,000 എന്നുള്ളത് ഈ പേ ചെയ്ത 20,000 പെട്ടിട്ടുണ്ടാവില്ല, ഇത്തവണ പേ ചെയ്തിട്ടുണ്ടാവില്ല എക്സ്പെൻസസ്.
ആണോ? ഈ 5,000 ഇത്തവണ എന്ത് ചെയ്തിട്ടുണ്ടാവാം? പേ ചെയ്തിട്ടുണ്ടാവാം അല്ലെ? അപ്പൊ ഈ 20,000 5,000 എന്ന് പറയുന്നത് കഴിഞ്ഞ കൊല്ലത്തായിട്ട് എന്ത് ചെയ്യണം? നമുക്ക് കണക്കാക്കേണ്ടി വരും. അപ്പൊ അതിലെത്ര 15,000 മാത്രമേ ഈ വർഷത്തെ പേ ചെയ്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കണക്കാക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആയല്ലേ? എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം പേ ചെയ്യാനുള്ള എക്സ്പെൻസാ. അത് ഇത്തവണ എന്തായാലും പേ ചെയ്തിട്ടുണ്ടാവും. ഒരു കോമൺ സെൻസ് യൂസ് ചെയ്താൽ മതി. കഴിഞ്ഞ മാർച്ചിലത്തെ സാലറി ഏപ്രിലാ പേ ചെയ്യുക, ഫിനാൻഷ്യലിന്റെ തുടക്കത്തിലാ പേ ചെയ്യുക അല്ലെ? അപ്പൊ ഈ പേ ചെയ്ത 20,000 ഈ 5,000 കിടക്കുന്നുണ്ടാവും. അതിന് എന്ത് ചെയ്യണം? നമ്മള് മാറ്റി നിർത്തണം അല്ലെ? ഞാൻ അടുത്തായിട്ട് നോക്കാം. എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിംഗ് ക്ലോസിംഗ്. ഇതെന്താ? ഈ വർഷത്തെ എക്സ്പെൻസ് പേ ചെയ്യാത്ത എക്സ്പെൻസ് അല്ലെ? ഈ വർഷത്തെ എക്സ്പെൻസ് പേ ചെയ്യാത്ത എക്സ്പെൻസ് ആണോ? നമ്മൾക്കറിയാം, ഇന്നലെ ഓൾറെഡി പഠിച്ചു, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടില് ഈ വർഷത്തെ എക്സ്പെൻസ് പെടുക. നമ്മൾ അക്രൂവൽ സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്. പേ ചെയ്താലും ഇല്ലെങ്കിൽ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം എന്ന് പറഞ്ഞു അല്ലെ? എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിംഗ് ക്ലോസിംഗ് പറഞ്ഞാൽ ഈ വർഷത്തെ പേബിൾ ആയിരിക്കും അല്ലെ? അപ്പൊ ഈ വർഷത്തെ പേബിൾ എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ എക്സ്പെൻസ് പേ ചെയ്യാത്തത് അല്ലെ? അപ്പൊ ഈ വർഷത്തെ എക്സ്പെൻസ് ആവുകൊണ്ട് എന്തായാലും നമ്മൾ എവിടെ കാണിക്കാം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കാം. മാത്രമല്ല അത് പേ ചെയ്താലും പേ ചെയ്തില്ലെങ്കിലും കാണിക്കാം എന്നുള്ള നമ്മൾ പഠിച്ചിട്ടുണ്ട്. 3 കണ്ടീഷൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ പറഞ്ഞത്. ഒന്ന് റവന്യൂ ആയിട്ട് ആയിരിക്കണം, രണ്ടാമത്തത് ഈ വർഷത്തെ ആയിരിക്കണം, മൂന്നാമത്തെ പേ ചെയ്താലില്ലെങ്കിൽ അക്രൂവൽ സിസ്റ്റം ആണ് ഈ കാണിക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ 2,000 ഈ വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് എടുക്കാം. ഇനി ഈ 20,000 2,000 പെട്ടിട്ടുണ്ടാവോ? ഈ 20,000 ഓൾറെഡി 5,000 നമ്മൾ മാറ്റി അല്ലെ? ഈ 5,000 ഓൾറെഡി നമ്മൾ മാറ്റണം എന്ന് പറഞ്ഞു. കാരണം ഈ 20,000 5,000 പെട്ടിട്ടുണ്ട്, അത് മാറ്റണം. ബാക്കി 15,000 ഉണ്ടാവും. ആ 15,000 ഈ 2,000 പെട്ടിട്ടുണ്ടാവോ? ഇല്ല. അതിന്റെ റീസൺ പെയ്ഡ് എന്നാണ് പറയണത് ഇവിടെ അല്ലെ? പെയ്ഡ് എന്ന് പറഞ്ഞാൽ പേ ചെയ്തത് മാത്രമേ ഉള്ളൂ, പേ ചെയ്യാത്തതില്ല അല്ലെ? അപ്പൊ അതിലേക്ക് ഈ തവണത്തെ എക്സ്പെൻസ് കാണുമ്പോ 15,000 പേ ചെയ്തതും 2,000 പേ ചെയ്യാനുള്ളതായിട്ട് മൊത്തം 17,000 ആണ് ഈ വർഷത്തെ എക്സ്പെൻസസ് ആയിട്ട് വരിക. ഞാൻ പറഞ്ഞ അനാലിസിസ് ക്ലിയർ ആയല്ലോ അല്ലെ? ഞാൻ പറഞ്ഞ അനാലിസിസ് ക്ലിയർ ആയോ? അങ്ങനെയാണ് ഇതിനെ എങ്ങനെ ഒരു ഫോർമാറ്റിലാക്കി മാറ്റാം? സൊല്യൂഷൻ. ബോർഡിലേക്ക് ശ്രദ്ധിക്കുക കേട്ടോ. സൊല്യൂഷൻ എങ്ങനെ എഴുതണം? കമ്പ്യൂട്ടേഷൻ ഓഫ് എക്സ്പെൻസസ് to be transferred to income and expenditure account. നിങ്ങൾ I&E എന്ന് എഴുതരുത് എക്സാമിന്. ഞാൻ ചുരുക്കി എഴുതിയെന്ന് മാത്രം, സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. എങ്ങനെ എഴുതണം? എക്സ്പെൻസസ് പെയ്ഡ് അല്ലെ? എക്സ്പെൻസസ് പെയ്ഡ് എത്രയാ? ₹20,000. നമ്മുടെ റുപ്പീന്ന് കൊടുക്കണം ഒറ്റയടിക്ക് 20,000. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? ഈ ഔട്ട്സ്റ്റാൻഡിംഗ് ഓപ്പണിംഗ് ഈ 5,000 പെട്ടിട്ടുണ്ട് എന്നാ പറഞ്ഞത് അല്ലെ? ലെസ് എന്ത് പറയാം? എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിംഗ് ക്ലോസിംഗ് അല്ലെ? എത്ര വരുന്നുണ്ട്? 5,000 വരുന്നുണ്ട്. ആണോ? ക്ലിയർ ആയല്ലേ? ഇനി 2,000 ഈ പേ ചെയ്തതിൽ പെട്ടിട്ടില്ല, അതിലേക്ക് കൊണ്ടുവരാവാം ഈ വർഷത്തെ എക്സ്പെൻസ് ആവുണ്ട് അല്ലെ? സോ ആഡ് എന്ത് പറയാം? എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിംഗ്, സോറി ഇത് ഇവിടെ ക്ലോസിംഗ് എന്നല്ല വേണ്ട, ഇവിടെ ഓപ്പണിംഗ് ആയിരുന്നു. ഓക്കെ, ഇവിടെ ക്ലോസിംഗ് എത്ര വരുന്നുണ്ട്? 2,000 ആണോ? അപ്പൊ നമ്മൾക്ക് എത്ര വരും? ടോട്ടൽ എത്ര വരും? 20,000 5,000 കുറച്ചു, 2,000 കൂട്ടി, ബാക്കി 17,000. ഇത് ക്ലിയർ ആയല്ലോ? ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യേണ്ടതും അനലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ പറഞ്ഞത് ക്ലിയർ ആയല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ലോലി ഞാൻ പോണത്. ഓക്കെ, എക്സ്പെൻസസ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റിലാ വരിക. 20,000 പേ ചെയ്തിട്ടുണ്ട്. ഇനി അത് മൊത്തം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ വരുമെന്നാണ് ക്വസ്റ്റ്യൻ. ഈ 20,000 നമ്മൾ പറഞ്ഞിരുന്നു കറന്റ് ഇയർ ഉണ്ടാവാം, പ്രീവിയസ് ഇയർ ഉണ്ടാവാം, നെക്സ്റ്റ് ഇയർ ഉണ്ടാവാം. അപ്പൊ ചോദ്യത്തിൽ ഓൾറെഡി തന്നിട്ടുണ്ട് എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ എക്സ്പെൻസ് കഴിഞ്ഞ വർഷം പേ ചെയ്തിട്ടില്ല. അതാണല്ലോ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ഓപ്പണിംഗ് ആയിട്ട് വരാം അല്ലെ? അത് ഈ വർഷം പേ ചെയ്തിട്ടുണ്ടാവും തീർച്ചയായിട്ടും അല്ലെ? അപ്പൊ ഈ 20,000 ഈ 5,000 പെട്ടിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ 20,000 ആ 5,000 എന്ത് ചെയ്യണം? മാറ്റി നിർത്തണം അല്ലെ? അങ്ങനെ എന്ത് വരും? 15,000 വരും. ആണോ? ഇനി എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ അത് ഈ വർഷത്തെ എക്സ്പെൻസ് ആണ്, അത് പേ ചെയ്തിട്ടില്ല. അപ്പൊ ഈ വർഷത്തെ എക്സ്പെൻസ് എന്തായാലും റെസീറ്റ് ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുക്കാം. അത് ഈ പെയ്ഡിൽ ഇല്ലേനി അല്ലെ? 20,000 എന്ന് പറഞ്ഞാൽ പെയ്ഡിൽ ഇത് പെട്ടിട്ടില്ല, അപ്പൊ അതിലേക്ക് കൊണ്ടുവരാം അല്ലെ? അപ്പൊ അതിനെ ഞാൻ എന്ത് ചെയ്തു? കൺസിഡർ ചെയ്തു. അങ്ങനെ മൊത്തം എനിക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എത്ര വന്നു? 17,000. ഇത് ക്ലിയർ ആയല്ലോ? ഇത്രയും പറഞ്ഞു മനസ്സിലായല്ലോ?
ഓക്കെ, നമുക്ക് സെക്കൻഡ് പ്രോബ്ലത്തിലേക്ക് നോക്കാം. സെക്കൻഡ് പ്രോബ്ലം, കമ്പ്യൂട്ട് സാലറി ടു ബി ട്രാൻസ്ഫേർഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. വീണ്ടും നേരത്തെ അതേപോലെ തന്നെയാണ്. നേരത്തെ എക്സ്പെൻസ് ഇവിടെ സ്പെസിഫിക്കലി അത് സാലറി എന്ന് പറഞ്ഞു മാത്രം. ഓക്കെ, നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. സാലറി പെയ്ഡ് 50,000. നേരത്തെ അതേപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റിലാ പോവുക. കാരണം പെയ്ഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. പെയ്ഡ് എന്നാ പറഞ്ഞിട്ടുള്ള റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റിലാ പോവുക. ആണോ? ഇതിൽ എന്തൊക്കെ ഉണ്ടാവാം? പ്രീവിയസ് ഇയറിലത്തെ പേയ്മെന്റ് ഉണ്ടാവാം, കറന്റ് ഇയറിലത്തെ പേയ്മെന്റ് ഉണ്ടാവാം, നെക്സ്റ്റ് ഇയറിലത്തെ പേയ്മെന്റ് ഉണ്ടാവാം. നമ്മളോട് പറഞ്ഞിട്ടുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എത്ര കൊണ്ടുപോകണം എന്നാണ് ഇതുന്നത് അല്ലെ. അപ്പൊ അത് ഏത് മാത്രം എടുത്താൽ മതി? കറന്റ് ഇയർ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, then salary payable opening 2000. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് പേയബിൾ ആണ് ഇത്തവണത്തെ ഓപ്പണിംഗ് ആയിട്ട് വരിക. അത് കഴിഞ്ഞ വർഷത്തെ പേ ചെയ്യാത്താണ്. കഴിഞ്ഞ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തായിരിക്കും. അപ്പൊ ഈ വർഷം പേ ചെയ്തിട്ടുണ്ടാവും. അതൊരിക്കലും ഈ വർഷത്തെ എക്സ്പെൻസ് അല്ല അല്ലെ. ആ പേ ചെയ്തതിൽ ഈ 50,000 പേ ചെയ്ത് ഏതും പെട്ടിട്ടുണ്ടാവും, ഈ 2000 പെട്ടിട്ടുണ്ടാവും. അതൊന്ന് അത്രയും മാറ്റി നിർത്തണം അല്ലെ. then salary payable closing, അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു, ഈ വർഷത്തെ എക്സ്പെൻസ് ആണ്, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, ഈ വർഷം പേ ചെയ്തിട്ടില്ല. അപ്പൊ ഈ വർഷത്തെ എക്സ്പെൻസ് ആവുമ്പോൾ എന്തായാലും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഈ ഐറ്റം എന്ത് ചെയ്യണം? എഴുതി വെക്കണം അല്ലെ. അത് പേ ചെയ്യാത്തതുകൊണ്ട് ഈ പെയ്ഡിൽ പെട്ടിട്ടുണ്ടാവില്ല, നമ്മളത് കൊണ്ടുവരും വേണം. ആണോ? അത് മനസ്സിലായി. ഇനി പറയുന്ന രണ്ട് ഐറ്റംസ് നോക്കുക കേട്ടോ. പുതിയതാണ്. കഴിഞ്ഞ പ്രോബ്ലത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് രണ്ടും പുതിയതാണ്. സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ് ഓപ്പണിംഗ്. എന്താ അതിന്റെ അർത്ഥം? സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ് ഓപ്പണിംഗ്. അപ്പൊ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ഫിഗർ ആണ് അല്ലെ. അപ്പൊ കഴിഞ്ഞ വർഷം അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തത് എന്ന് പറഞ്ഞാൽ ഏത് വർഷത്തായിരിക്കും? ഈ വർഷത്തെ ആയിരിക്കും. ഈ വർഷം നെക്സ്റ്റ് ഇയർത്തും എങ്ങനെയാവാം അല്ലെ. അപ്പൊ കഴിഞ്ഞ വർഷം അഡ്വാൻസ് ആയിട്ട് പേ ചെയ്ത് നമ്മൾ അസ്യൂം ചെയ്യുന്നു ഈ വർഷത്തെ ആണല്ലോ. ഈ വർഷത്തെ എക്സ്പെൻസ് കഴിഞ്ഞ വർഷം എന്തായിട്ട് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തു അല്ലെ. അപ്പൊ കഴിഞ്ഞ വർഷം എന്ത് എൻട്രി പാസ് ചെയ്തിട്ടുണ്ടാവുക? ടു ക്യാഷ്. എന്തായാലും ക്യാഷ് എന്നത് പോയി കാണും 3,000 അല്ലെ. ആണോ? അപ്പൊ അതിന്റെ അർത്ഥം കഴിഞ്ഞ വർഷത്തെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് അത് കയറിയിട്ടുണ്ടാവും. അതിന്റെ അർത്ഥം ഈ പറയുന്ന 50,000 പെയ്ഡ്, ബോർഡിലേക്ക് നോക്കുക കേട്ടോ. ഈ പറയുന്ന 50,000 പെയ്ഡിൽ ഈ 3,000 പെട്ടിട്ടില്ല അല്ലെ. പിന്നെ കഴിഞ്ഞ വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ടാവോ? ഇല്ല. കഴിഞ്ഞ വർഷത്തെ എക്സ്പെൻസ് അല്ലാതെ. കഴിഞ്ഞ വർഷം നമ്മൾ കാശ് കൊടുത്തു എന്നുള്ള എക്സ്പെൻസ് ആണോ? അല്ല. അപ്പൊ നമ്മൾ എന്താ കഴിഞ്ഞ തവണ കാണിച്ചിട്ടുണ്ടാവുക? സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് അല്ലെ. സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് 3,000. അപ്പൊ എന്തായിരിക്കും കഴിഞ്ഞ തവണത്തെ ജേർണൽ എൻട്രി? സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ്. കഴിഞ്ഞ തവണത്തെ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് വന്നു. കഴിഞ്ഞ വർഷം ഡെബിറ്റ് ബാലൻസ് ആവുകൊണ്ട് എന്തായിട്ട് കാണിച്ചിട്ടുണ്ടാവും? അസെറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ വർഷം അത് എന്തായിട്ട് കാണിക്കണം? ഈ വർഷത്തെ എക്സ്പെൻസ് അല്ലേ. അപ്പൊ ഇത് എവിടേക്ക് കൊണ്ടുവരണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്ക് കൊണ്ടുവരണം. ഈ 50,000 പെട്ടിട്ടില്ല, അപ്പൊ നമ്മൾ കൊണ്ടുവരണം. ഓൾറെഡി പെട്ടു എങ്കിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, പെടാത്തോണ്ട് ഇത് കൊണ്ടുവരണം അല്ലെ. യെസ്. ഈ സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ് ക്ലോസിംഗ്, അതെന്താ അർത്ഥം? ഈ വർഷം പേ ചെയ്തത് അഡ്വാൻസ് ആയിട്ട്, അപ്പൊ അടുത്ത വർഷത്തെ ആയിരിക്കാം അത്. അപ്പൊ എന്തായാലും ഈ വർഷത്തെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റിൽ ഇത് കയറിയിട്ടുണ്ടാവില്ലേ? ആണോ? ഈ വർഷം പേ ചെയ്താണ്ട് അതിന്റെ അർത്ഥം ഈ 50,000 പെട്ടിട്ടുണ്ടാവില്ലേ അല്ലേ. അത് ഈ വർഷത്തെ എക്സ്പെൻസ് ആണോ? അല്ല. അപ്പൊ അതിനെ മാറ്റം വേണം. ആണോ? അങ്ങനെയാണ്. നമുക്ക് എങ്ങനെ എഴുതാം സൊല്യൂഷൻ? ബോർഡിലേക്ക് നോക്കിക്കോളോ. സാലറി ടു ബി ട്രാൻസ്ഫേർഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഞാൻ പറഞ്ഞു നിങ്ങൾ IND എന്ന് എഴുതരുത്. ഓക്കെ, എക്സാമിന് എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് എഴുതി വെക്കുക. എങ്ങനെ എവിടെ തുടങ്ങണം? സാലറി പെയ്ഡ് അല്ലെ. സാലറി പെയ്ഡ് നമ്മുടെ റുപ്പീസ് കൊടുത്തു. എത്രയാ? 50,000. ഓക്കെ. ഇനി അടുത്തായിട്ട് ഏതാ? സാലറി പേയബിൾ അല്ലെ. സാലറി പേയബിൾ എന്താ? ക്ലോസിംഗ്, സോറി ഓപ്പണിംഗ്. സാലറി പേയബിൾ ഓപ്പണിംഗ് അല്ലെ. അത് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ആണ്. ആണോ? അത് ഇത്തവണത്തെ പെയ്ഡിൽ പെട്ടിട്ടുണ്ട്. അതിന് അത്ര എന്ത് ചെയ്യണം? മാറ്റണം എന്ന് പഠിച്ചു. ആണോ? എത്ര മാറ്റണം? 2,000 മാറ്റി അല്ലെ. ഇനി സാലറി പേയബിൾ ക്ലോസിംഗ് അല്ലെ. സാലറി പേയബിൾ ക്ലോസിംഗ് അത് ഇത്തവണത്തെ പേ ചെയ്യാത്ത ഇത്തവണത്തെ എക്സ്പെൻസ് ആണ്. അത് ഇത്തവണത്തെ എക്സ്പെൻഡിച്ചറിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ഞാൻ അത്ര എന്ത് ചെയ്തു? ആഡ് ചെയ്തു. എത്രയാ? 3,000 അല്ലെ. ഞാൻ പറയണത് ക്ലിയർ ആവുന്നുണ്ടോ? പറയണത് വ്യക്തമാവുന്നുണ്ടല്ലോ അല്ലെ. യെസ്. അടുത്തത് നോക്കാം. അടുത്ത ഐറ്റം എന്താ? സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ് അല്ലെ. എന്താ? ഓപ്പണിംഗ്. എന്താ സംഭവം? എന്താ? കഴിഞ്ഞ വർഷം അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തു. കഴിഞ്ഞ വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് എടുത്തിട്ടില്ല, ഈ വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് എടുക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. എത്രയാ? 3,000. ആണോ?
ഇനി സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ് ക്ലോസിംഗ് ആണോ? ക്ലോസിംഗ് അത് ഇത്തവണ പേ ചെയ്താണ്, അടുത്ത വർഷങ്ങളിലെ എക്സ്പെൻസസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറയുന്ന 50,000 അത് പെട്ടിട്ടുണ്ട് അല്ലെ, ആ 50,000 അത്ര എന്ത് ചെയ്യണം, ഡിഡക്ട് ചെയ്യണം. എത്ര വരും? 1000. അങ്ങനെയാണ് നമുക്ക് ടോട്ടൽ എത്ര വന്നു? 50,000. അതിന് ഞാൻ 2000 കുറച്ചു 48, 3 കൂട്ടി 51, 3 കൂട്ടി 54, 1 കുറച്ചു 53,000. ക്ലിയർ ആയല്ലോ? അപ്പൊ ടോട്ടൽ ഇത്ര എക്സ്പെൻസസ് ആണ് നമുക്ക് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരിക? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരാം. ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും പറഞ്ഞു മനസ്സിലായോ? അപ്പൊ നമുക്ക് തേർഡ് പ്രോബ്ലത്തിലേക്ക് മൂവ് ചെയ്യാലോ. ഓക്കെ, നമുക്ക് തേർഡ് പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പൊ ഫസ്റ്റ് പ്രോബ്ലം സെക്കൻഡ് പ്രോബ്ലം നമ്മൾ ഡീൽ ചെയ്തു. തേർഡ് പ്രോബ്ലം ഞാൻ പറയുന്നത് ഇൻകത്തെ കുറിച്ചാണ്. കമ്പ്യൂട്ട് ഇൻകം ടു ബി ട്രാൻസ്ഫേർഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഫസ്റ്റ് രണ്ടെണ്ണം നമ്മൾ എക്സ്പെൻസ് ഡീൽ ചെയ്തു. ഇതേപോലെ ഇൻകം കൺസെപ്റ്റിലൊന്നും വ്യത്യാസങ്ങളില്ല കേട്ടോ. നമുക്ക് അനലൈസ് ചെയ്ത് നോക്കുക. ഇൻകം റിസീവ്ഡ്, ഇൻകം റിസീവ്ഡ് കിട്ടിയത് എത്രയാ? 1 lakh rupees. 1 lakh നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് ആണ് ഇത്. കഴിഞ്ഞ വർഷത്തെ ഉണ്ടാവാം, കിട്ടിയിട്ടുണ്ടാവാം, ഈ വർഷം കിട്ടിയതുണ്ടാവാം, നെക്സ്റ്റ് ഇയർത്തെ അഡ്വാൻസ് ആയിട്ടും കിട്ടിയതുണ്ടാവാം. നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ഏതേ മാത്രം വരണ്ടു? കറണ്ട് ഇയർ മാത്രമേ വരേണ്ട ആവശ്യമുള്ളൂ അല്ലെ. Then ഇൻകം റിസീവബിൾ ഓപ്പണിംഗ്. ഇൻകം റിസീവബിൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം കിട്ടാനുള്ളതാണ്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ഇൻകാണ്, അത് ഈ വർഷം കിട്ടിയിട്ടുണ്ടാവും അല്ലെ. കഴിഞ്ഞ വർഷം കിട്ടാനുള്ളതാണ്, അത് കഴിഞ്ഞ വർഷത്തെ ഇൻകാണ്, അത് ഈ വർഷം കിട്ടിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ കഴിഞ്ഞ വർഷം അവർ എന്താ എൻട്രി പാസ് ചെയ്തിട്ടുണ്ടാവുക? ഇൻകം ടു ഇൻകം. ഇൻകത്തിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ് അല്ലെ. ടു ഇൻകം, ഇൻകത്തിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് എത്രയാ? 20,000 ആണോ? ഇവിടെ എന്താ എഴുതിയിട്ടുണ്ടാവും? ഇൻകം റിസീവബിൾ. ഇൻകം റിസീവബിൾ എത്രയാ? 20,000 ആണോ? അപ്പൊ ഇത് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും? കഴിഞ്ഞ തവണ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും. ഇത് ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് അസറ്റ് ആയിട്ട്, കിട്ടാനുള്ളതുകൊണ്ട് അസറ്റ് ആയിട്ട് നിർത്തിയിട്ടുണ്ടാവും ആണോ? അപ്പൊ ഇത് കഴിഞ്ഞ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ പോയിട്ടുള്ളതാണ്, കഴിഞ്ഞത്തെ ഇൻകാണ്. ഇത് ഇപ്പൊ കിട്ടിയിട്ടുണ്ടായിരിക്കണം അല്ലെ. കഴിഞ്ഞ റിസീവബിൾ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ റിസീവ്ഡില് ഈ 20,000 പെട്ടിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഈ 20,000 പ്രീവിയസ് ഇയർ അല്ലെ. അപ്പൊ 1 lakh 20,000 അത്ര എന്ത് ചെയ്യണം? മാറ്റി നിർത്തണം. ഓക്കെ, then ഇൻകം റിസീവബിൾ ക്ലോസിംഗ്. അതിന്റെ അർത്ഥം എന്താ? ഈ വർഷത്തെ ഇൻകാണ്, പക്ഷെ ഈ വർഷം ഇത് കിട്ടിയിട്ടില്ല. അപ്പൊ ഈ വർഷത്തെ ഇൻകം കൊണ്ട് നമ്മളത് എവിടെ വേണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ പോകണം. റെസീറ്റ് ആൻഡ് പേയ്മെന്റിൽ വന്നിട്ടുണ്ടാവില്ല. ഈ 1 lakhൽ വന്നിട്ടുണ്ടാവോ? ഇല്ല. 1 lakh എന്ന് പറഞ്ഞാൽ കിട്ടിയതാണ്, ഇത് കിട്ടാത്ത സാധനം, പക്ഷെ ഈ വർഷത്തെയാണ്. നമുക്ക് എന്ത് ചെയ്യാം? അക്രൂവൽ സിസ്റ്റത്തെ ബേസ് ചെയ്തിട്ട് ഇതിന് ഈ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യാം അല്ലേ. ക്ലിയർ ആയില്ല? ദെൻ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓപ്പണിംഗ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓപ്പണിംഗ് അല്ലെ. എന്താ അതിന്റെ അർത്ഥം? കഴിഞ്ഞ വർഷം ഓപ്പണിംഗ്, ഈ വർഷത്തെ ഓപ്പണിംഗ് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ്. കഴിഞ്ഞ വർഷം ഇൻകം കിട്ടിയിട്ടുണ്ട്, കഴിഞ്ഞ വർഷം അത് ഇൻകം കിട്ടിയിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ എവിടെ പോയിട്ടുണ്ടാവും? റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റിൽ പോയിട്ടുണ്ടാവും അല്ലെ. കഴിഞ്ഞ വർഷം കിട്ടിയതാണ്, പക്ഷെ കഴിഞ്ഞ വർഷം ഇൻകായിട്ട് കാണിച്ചിട്ടുണ്ടാവോ? ഇല്ല, അത് കഴിഞ്ഞ വർഷത്തെ ഇൻകല്ല ആണോ? അപ്പൊ ഈ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ അത് കൊണ്ടുവരും വേണം ആണോ? ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ക്ലോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ വർഷം എനിക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടിയത് അത് അടുത്ത വർഷത്തെ ആയിരിക്കാം. അപ്പൊ അഡ്വാൻസ് ആയിട്ട് ഈ വർഷം കിട്ടിയോണ്ട് ഈ 1 lakhൽ പെട്ടിട്ടുണ്ടാവും, അത് ഈ വർഷത്തേക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന് അത്ര എന്ത് ചെയ്യണം? മാറ്റി നിർത്തണം അല്ലെ. ഇതേ കൺസെപ്റ്റുകൾ തന്നെയാണ് നമ്മൾ നേരത്തെയും പഠിച്ച് ആണോ? അങ്ങനെ നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം? ഓക്കെ, ബോളിക്ക് ശ്രദ്ധിക്കുക. എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം നോക്കിക്കോളോ. കമ്പ്യൂട്ടേഷൻ ഓഫ് അല്ലെ, സൊല്യൂഷൻ എഴുതി വെക്കുക കേട്ടോ. സൊല്യൂഷൻ എന്താ? കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ടു ബി ട്രാൻസ്ഫേർഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് അല്ലെ. ഇൻകം ടു ബി ട്രാൻസ്ഫേർഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. എന്താ? ഇൻകം റിസീവ്ഡ് അല്ലെ. ഇൻകം റിസീവ്ഡ് എത്രയാ? 1 lakh. ഇൻകം റിസീവ്ഡ് 1 lakh. എത്ര എമൗണ്ട് നോക്കട്ടെ കേട്ടോ ഓരോന്നും. ഓക്കെ, എത്രയാ വരുന്നത്?
നോക്കിയാൽ മതി, നിങ്ങൾ കുറച്ചുകൂടി കാണാൻ പറ്റും. ഇൻകം റിസീവ്ഡ് 1 lakh. ദെൻ എത്രയാ അടുത്തായിട്ട് ഏതാ? ഇൻകം റിസീവബിൾ അല്ലെ? ഇൻകം റിസീവബിൾ ഓപ്പണിംഗ് ആണോ? ഇൻകം റിസീവബിൾ ഓപ്പണിംഗ് 20,000. ഇത് കഴിഞ്ഞ വർഷത്തെ ഇൻകാണ്, ഈ വർഷം കിട്ടിയിട്ടുണ്ടാവും, ഈ വർഷത്തെ 1 lakhൽ പെട്ടിട്ടുണ്ടാവും. അതൊന്നും അത്ര എന്ത് ചെയ്യണം? മാറ്റി നിർത്തണം അല്ലെ? 20,000 നമ്മൾ എന്ത് ചെയ്തു? മാറ്റി നിർത്തി അല്ലെ? ഇത് ക്ലിയർ ആയോ? പറഞ്ഞു മനസ്സിലാവുണ്ടല്ലോ അല്ലെ? ഇതിന് അടുത്ത ഏതാ? ഇൻകം റിസീവബിൾ ക്ലോസിംഗ് അല്ലെ? ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ വർഷത്തെ ഇൻകാണ്, പക്ഷെ ഈ വർഷം എനിക്ക് കിട്ടിയിട്ടില്ല, ഈ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്ക് കൊണ്ടുവരാതെ അല്ലെ? അപ്പൊ ആഡ് ഇൻകം റിസീവബിൾ ക്ലോസിംഗ് ആണോ? അത് ക്ലിയർ ആവുണ്ടല്ലോ അല്ലെ? അതേപോലെ തന്നെ അടുത്ത ഇൻകം എന്താ? റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഓക്കെ, ഞാൻ ചുരുക്കി എഴുതുന്നു മാത്രം കേട്ടോ. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓപ്പണിംഗ് അല്ലേ പറഞ്ഞിട്ടുള്ളത്? അപ്പൊ കഴിഞ്ഞ വർഷം അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളതാണ്, അത് കഴിഞ്ഞ വർഷം ഇൻക ആയിട്ട് കാണിച്ചിട്ടുണ്ടാവില്ല അല്ലെ? അപ്പൊ ഈ വർഷം എനിക്ക് എന്തായിട്ട് കാണിക്കണം? ഇൻക ആയിട്ട് കാണിക്കണം. അപ്പൊ 10,000 ഞാൻ അത് കൊണ്ടുവന്നു ആണോ? ഇനി അടുത്തെന്താ? ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ക്ലോസിംഗ്. റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ക്ലോസിംഗ് അല്ല, അത് ഇക്കൊല്ലം ഞാൻ എന്ത് ചെയ്തിട്ടില്ല? റിസീവ് ചെയ്തിട്ടില്ല. പക്ഷെ ഇക്കൊല്ലത്തെ ഇൻകല്ല, ഇക്കൊല്ലത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ വരാൻ പാടില്ല, അത് ഈ 1 lakhൽ പെട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ അത്ര ഞാൻ എന്ത് ചെയ്തു? മാറ്റി നിർത്തി 5,000. സോ വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട്? 1 lakh 20,000 by 80,000. 80,000 40,000 കൂട്ടിയ 1,20,000 5,000 1,15,000 അല്ലെ? ഇത്രയാണ് ഇൻകം സൈഡിൽ നമ്മൾക്ക് എന്ത് ചെയ്യാനുള്ളത്? ഡീൽ ചെയ്യാനുള്ളത്. ഇത്രയും ക്ലിയർ ആയോ? അപ്പൊ തേർഡ് പ്രോബ്ലം ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മള് പഠിച്ച പ്രോബ്ലംസിന്റെ ഫസ്റ്റ് പ്രോബ്ലം എക്സ്പെൻസുമായി ബന്ധപ്പെട്ടും അതിന്റെ ഒരു സ്പെസിഫിക്കേഷൻ ആണ് സെക്കൻഡ് പ്രോബ്ലം ഉണ്ടായത്. തേർഡ് പ്രോബ്ലം നമ്മൾ ഏതുമായി ബന്ധപ്പെട്ട് പഠിച്ചു? ഇൻകം. അപ്പൊ ഞാൻ ഇൻകം സൈഡ് എടുക്കുന്നില്ല, കാരണം വേറെ ഒന്നല്ല, ഇനിയിപ്പോ ഇൻകത്തിനെ സ്പെസിഫൈ ചെയ്ത് ഞാൻ സബ്സ്ക്രിപ്ഷനോ ഡൊണേഷനോ പറഞ്ഞിട്ട് എടുക്കാം, സെയിം മെത്തേഡ് തന്നെ. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ചെയ്ത് നോക്കിയാലും മതി കേട്ടോ. അപ്പൊ ഇത് തേർഡ് പ്രോബ്ലം കഴിഞ്ഞ് നമുക്ക് അടുത്തൊരു പാർട്ടിലേക്ക് പോവാം, അടുത്തൊരു കൺസെപ്റ്റിലേക്ക് എന്ത് ചെയ്യാം? ഫോർത്ത് പ്രോബ്ലത്തിലൂടെ പോവാം. ഓക്കെ, ഫോർത്ത് പ്രോബ്ലത്തിൽ നമ്മൾ ഡീൽ ചെയ്യണത് ഐറ്റംസ് തന്നു കഴിഞ്ഞാൽ അതിൽ എത്ര എമൗണ്ട് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ആദ്യത്തെ 3 പ്രോബ്ലംസ് നമ്മൾ തന്ന ഇൻഫോർമേഷന് എത്ര എമൗണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാന്നാണ് പഠിച്ചിരുന്നത്. ഫോർത്ത് പ്രോബ്ലം നമ്മൾ ഡീൽ ചെയ്യണത് ആ ഇൻഫോർമേഷൻസിന് എത്ര എമൗണ്ട് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അതിന്റെ പ്രത്യേകത എന്താ? റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പെയ്ഡ് ഐറ്റംസ് എക്സ്പെൻസ് ആണെങ്കിൽ റിസീവ്ഡ് ഐറ്റംസ് ഇൻകം ആണെങ്കിൽ അത് ഏത് വർഷത്തെ എന്ന് നമുക്ക് യാതൊരു പ്രശ്നമില്ല അല്ലെ? അത് ക്യാപിറ്റൽ ആണോ റവന്യൂ ആയിട്ടാണോ നോക്കണ്ട അല്ലെ? നമ്മൾ പേ ചെയ്തിട്ടുണ്ടോ റിസീവ് ചെയ്തിട്ടുണ്ടോ അത് എവിടേക്ക് പോവാം? റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലേക്ക് പോവാം. അത് ഏത് വർഷമായാലും കുഴപ്പമില്ല, പേ ചെയ്യാത്ത നമ്മൾ അവിടേക്ക് എന്തെങ്കിലും അടുപ്പിക്കൂല അല്ലെ? അപ്പൊ നമുക്ക് ഓരോ ഐറ്റത്തും നേരത്തെ അനലൈസ് ചെയ്ത പോലെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, നോക്കാം ഇൻഫോർമേഷൻ കേട്ടോ. എക്സ്പെൻസിനെ കുറിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. എക്സ്പെൻസസ് ഇൻകേർഡ് എന്നാ പറഞ്ഞിട്ടുള്ളത്, പെയ്ഡ് എന്നല്ല അല്ലെ? പെയ്ഡ് എന്നാണെങ്കിൽ എളുപ്പമായിരുന്നു, റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റിലേക്ക് പോവാം. എക്സ്പെൻസസ് ഇൻകേർഡ് എന്ന് പറയുമ്പോൾ ഈ വർഷത്തെ ആയിരിക്കും അത്. അപ്പൊ അത് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഐറ്റം അല്ലെ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഐറ്റാണ് ഈ വർഷത്തെ എക്സ്പെൻസസ്. അതാണ് എക്സ്പെൻസസ് ഇൻകേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതില് 2 പാർട്ട് ഉണ്ടാവാം. ഒന്ന് എന്നുള്ളത് പെയ്ഡ് പാർട്ടും ഉണ്ടാവാം, പേയബിൾ പാർട്ട് ഉണ്ടാവാം അല്ലെ? നമ്മൾ പേ ചെയ്തില്ലെങ്കിലും ഈ വർഷത്തെ എക്സ്പെൻസ് ആണ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്ന പറഞ്ഞല്ലേ? അപ്പൊ ഇതിൽ പെയ്ഡ് പാർട്ടും ഉണ്ടാവാം, പേയബിൾ പാർട്ട് ഉണ്ടാവാം. നമ്മൾക്ക് ഏത് പാർട്ട് മാത്രം എടുത്താൽ മതി? നമ്മൾക്ക് ആകെ പെയ്ഡ് പാർട്ട് മാത്രം റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റിലേക്ക് കൊണ്ടുപോകണ്ടു അല്ലെ? അപ്പൊ ഈ പറയുന്ന 2 lakhs പേയബിൾ ആയിട്ടുള്ള പാർട്ടിനെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് എന്ത് ചെയ്യണു? പെയ്ഡ് പാർട്ടിലേക്ക് നിലനിർത്തും. ഇത് ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ 2 lakh വ്യക്തമായല്ലോ അല്ലെ? അതിൽ പെയ്ഡ് ഉണ്ടാവാം, എക്സ്പെൻസസ് ഇൻകേർഡ് എന്നാ പറഞ്ഞിട്ടുള്ള അതിൽ പെയ്ഡ് ഉണ്ടാവാം, പേയബിൾ ഉണ്ടാവാം. ഈ വർഷത്തെ എക്സ്പെൻസ് ആണ്, അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്കുള്ള ഐറ്റാണ് അല്ലെ? അടുത്ത് എക്സ്പെൻസസ് പേയബിൾ ഓപ്പണിംഗ്. അതിന്റെ അർത്ഥം എക്സ്പെൻസസ് പേയബിൾ ഓപ്പണിംഗ്. എഗെയിൻ ഓപ്പണിംഗ് ആണ്, അപ്പൊ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് പേയബിൾ ആണ് അല്ലെ? അപ്പൊ കഴിഞ്ഞ വർഷത്തെ എക്സ്പെൻസ് ആണ്, പക്ഷെ കഴിഞ്ഞ വർഷം പേ ചെയ്തിട്ടുണ്ടാവില്ല. അത് കഴിഞ്ഞ വർഷത്തെ എക്സ്പെൻസ് ആവുകൊണ്ട് ഈ 2 lakhs വന്നിട്ടുണ്ടാവില്ലല്ലോ. ഈ 2 lakhs പറഞ്ഞ ഈ വർഷത്തെ എക്സ്പെൻസ് ആണ്. അപ്പൊ അത് കഴിഞ്ഞ വർഷത്തെ എക്സ്പെൻസ് ആണ് അല്ലെ? അത് കഴിഞ്ഞ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ പോയിട്ടുണ്ടാവും, പക്ഷെ കഴിഞ്ഞ വർഷം പേ ചെയ്തിട്ടില്ല. അപ്പൊ ഇത്തവണത്തെ ഏതിൽ വരണം? റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റിൽ ഇത് വരണ്ടേ അല്ലെ?
ഇത്തവണത്തെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റിൽ ഈ 20,000 വന്നിരിക്കണം. ഇത് ക്ലിയർ ആയല്ലോ. Then again expenses payable closing. Expenses payable closing എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ എക്സ്പെൻസസ് പേ ചെയ്യാത്തത്. ഈ വർഷത്തെ എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ ഈ 10,000 എവിടെ പെട്ടിട്ടുണ്ടാവും? ഈ 2 lakhs പെട്ടിട്ടുണ്ടാവും. അതിൽ ഏത് ഭാഗ പേ ചെയ്യാത്തത്? പേയബിൾ പോർഷൻ ആണല്ലേ. അത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? അത് ഇല്ല. അപ്പൊ അത്രയും 10,000 നമ്മൾക്ക് എവിടെ നിന്ന് മാറ്റണം? ഈ 2 lakhs നമ്മൾ ഡിഡക്ട് ചെയ്ത് കളയണം അല്ലേ. ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. അങ്ങനെയാണ് എങ്കിൽ ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം? സൊല്യൂഷൻ. ഓക്കെ, സൊല്യൂഷൻ എങ്ങനെ സോൾവ് ചെയ്യാം? Amount to be transferred to receipt and payment account. അല്ലെ, amount to be transferred to receipt and payment account. ഞാൻ റുപ്പി കോളം കൊടുത്തു. ഓക്കെ, ആദ്യത്തെ ഏതാ? എക്സ്പെൻസസ് ഇൻകേർഡ് അല്ലെ. എക്സ്പെൻസസ് ഇൻകേർഡ്. എക്സ്പെൻസസ് ഇൻകേർഡ് എത്ര? 2 lakhs അല്ലെ. എക്സ്പെൻസസ് ഇൻകേർഡ് 2 lakhs. അടുത്ത എക്സ്പെൻസസ് പേയബിൾ. എക്സ്പെൻസസ് പേയബിൾ. ഓക്കെ, എക്സ്പെൻസസ് പേയബിൾ ഓപ്പണിംഗ് ആണ്. കഴിഞ്ഞ വർഷത്തെ പേയബിൾ ആണ്. ഇത്തവണ പേ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇത്തവണത്തെ എവിടേക്ക് കൊണ്ടുവരാം? റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ കൊണ്ടുവരാം അല്ലെ. ഇത് ഓപ്പണിംഗ് ആണ്. ആണോ? എത്ര വരുന്നുണ്ട്? 20,000 ആണോ? ദെൻ എന്താ? എക്സ്പെൻസസ് പേയബിൾ. എക്സ്പെൻസസ് പേയബിൾ ക്ലോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷത്തെ പേയബിൾ ആണ്. അത് ഈ വർഷത്തെ 2 lakhs പെട്ടിട്ടുണ്ട് അല്ലെ. അത് അതിനെ അത്രയും എടുത്ത് എന്ത് ചെയ്യണം? മാറ്റണം. ബാക്കിയുള്ളത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റിൽ കൊണ്ടുപോകേണ്ട ആവശ്യമുള്ളൂ. എത്ര? അത് 10,000. So what is the amount to be transferred to receipt and payment? 2 lakh എന്ന് 20 കൂട്ടി 10,000 കുറച്ചു. So 2,10,000. നമുക്ക് 5th പ്രോബ്ലം നോക്കാം. Okay, compute the amount to be transferred to receipt and payment account from the following information. വീണ്ടും അതേ ക്വസ്റ്റ്യൻ തന്നെ. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലേക്ക് എത്ര എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം? ഓക്കെ, നോക്കാം. സാലറി എക്സ്പെൻസസ് ഇൻകേർഡ്. വീണ്ടും ഇൻകേർഡ് അല്ലെ. 20,000. അപ്പൊ ഈ വർഷത്തെ അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്ക് പോകേണ്ടതാണ് അല്ലെ. ഈ വർഷത്തെ എക്സ്പെൻസ് ആണ്. ഇതിൽ എന്തുണ്ടാവാന്ന് പറഞ്ഞു? ഇതിൽ പെയ്ഡ് പോർഷൻ ഉണ്ടാവാം, അതുപോലെ എന്താ പേയബിൾ പോർഷൻ ഉണ്ടാവാം. നമുക്ക് ഏത് മാത്രമേ ആവശ്യമുള്ളൂ? പെയ്ഡ് പോർഷൻ മാത്രമേ ആവശ്യമുള്ളൂ. ഓക്കെ, ദെൻ സാലറി പേയബിൾ ഓപ്പണിംഗ്. കഴിഞ്ഞ വർഷത്തെ പേയബിൾ ആണ്. കഴിഞ്ഞ വർഷത്തെ പേ ചെയ്തിട്ടുണ്ടാവില്ല. കഴിഞ്ഞ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ പോയിട്ടുണ്ടാവും. ഈ വർഷം പേ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് എവിടേക്ക് കൊണ്ടുപോകണം? റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റിലേക്ക് കൊണ്ടുപോകണം അല്ലേ. സാലറി പേയബിൾ ക്ലോസിംഗ് എന്ന് പറയുന്നത് ഈ വർഷത്തെ എക്സ്പെൻസ് ആണ്. ഈ വർഷം പേ ചെയ്യാത്തതാണ്. ഈ വർഷം പേ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകണ്ട? റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അല്ലെ. ഈ വർഷത്തെ എക്സ്പെൻസ് ആവുകൊണ്ട് ഈ 20,000 1,500 പെട്ടിരിക്കും. അതായത് ഈ പേയബിൾ പോർഷൻ എന്നുള്ള ബോളിക്ക് ശ്രദ്ധിക്കുക. ഈ പറയുന്ന പേയബിൾ പോർഷൻ എന്നുള്ള അല്ലെ. അപ്പൊ അത് അത്രയും എന്ത് ചെയ്യണം? എന്ന് മാറ്റം വേണം. ആണോ? ഡിഡക്ട് ചെയ്യും വേണം അല്ലെ. യെസ്. അടുത്ത 2 ഐറ്റംസ്. സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ് ഓപ്പണിംഗ്. സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലേക്ക് പോയിട്ടുള്ള ഐറ്റായിരിക്കും. കാരണം കഴിഞ്ഞ വർഷം പേ ചെയ്തിട്ടുള്ളല്ലോ. ഓപ്പണിംഗ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ വർഷത്തെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റിലേക്ക് കൊണ്ടുവരണ്ടല്ലോ. പക്ഷേ ഈ വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് അത് കാണിച്ചിട്ടുണ്ടാവും. ഈ 20,000 ഈ 2,000 പെട്ടിട്ടുണ്ടാവും അല്ലെ. അതായിരുന്നു ഒഴിവാക്കണല്ലോ. അപ്പൊ അത്രയും ഭാഗം ഞാൻ എന്ത് ചെയ്തു? ഡിഡക്ട് ചെയ്തു. ഇതൊക്കെ ലോജിക്കലി നിങ്ങൾ എന്ത് ചെയ്യും? തിങ്ക് ചെയ്ത് നോക്കുക കേട്ടോ. Then salary paid in advance closing. അത് ഈ വർഷം പേ ചെയ്തിട്ടുള്ളതാണ് അല്ലെ. അടുത്ത വർഷത്തെ ആവാം. നമുക്ക് അതൊരു പ്രശ്നം. ഈ വർഷം പേ ചെയ്താവണം. എന്തായാലും ഈ 20,000 വന്നിട്ടില്ല. ഈ 20,000 ഈ വർഷത്തെ പേ ചെയ്ത് മാത്രമേ വന്നിട്ടുള്ളൂ അല്ലെ. ഈ പെയ്ഡ് എന്ന് പറയുന്നത് ഈ വർഷത്തെ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് വന്നിട്ടുണ്ടാവില്ല. ആണോ? അങ്ങനെയാണ് ഇതും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തണം അല്ലെ. എത്രയും കൂടി നമ്മൾ കൊണ്ടുവരണം. അങ്ങനെയാണ് നമുക്ക് ആൻസർ എങ്ങനെ ചെയ്യാം? ബോർഡിലേക്ക് നോക്കാം എങ്ങനെ ആൻസർ ചെയ്യാം. സൊല്യൂഷൻ. Computation of amount to be transferred to receipt and payment. നിങ്ങൾ RNP എന്ന് എഴുതരുത് കേട്ടോ. കറക്റ്റ് ആയിട്ട് എഴുതി വെക്കുക. receipt and payment account. ഞാൻ ഇവിടെ റുപ്പി കോളം കൊടുത്തു. ഓക്കെ, ഞാൻ റുപ്പി കോളം കൊടുത്തു. Then
salary expenses incurred അല്ലെ salary expenses incurred എത്രയാ rupees 20,000 ആണോ അടുത്ത എന്താ salary payable ഏതാ വരുന്നത് ഓപ്പണിംഗ് അല്ലെ സാലറി പേയബിൾ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം എന്താ പേ ചെയ്യാത്ത എമൗണ്ട് ആണ് ഈ വർഷം പേ ചെയ്തിട്ടുണ്ടാവും അത്രയും ഞാൻ എന്ത് ചെയ്യണം കൊണ്ടുവരണം അല്ലെ 1000 ആണോ അടുത്തത് സാലറി പേയബിൾ ക്ലോസിംഗ് സാലറി പേയബിൾ ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ അത് ഈ വർഷത്തെ പേ ചെയ്യാനുള്ളതാണ് ഈ വർഷത്തെ എക്സ്പെൻസ് ആണ് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അത് ഈ നേരത്തെ പറഞ്ഞ ഈ 20,000 അത് പെട്ടിട്ടുണ്ടാവും അല്ലെ അതിന് അത്രയും മാറ്റണം അല്ലെ 1,500 ഇത് ക്ലിയർ ആവുണ്ടോ ദെൻ അടുത്ത ഐറ്റം ശ്രദ്ധിക്കുക സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ് അല്ലെ ഓപ്പണിംഗ് അതായത് കഴിഞ്ഞ വർഷം പേ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ കഴിഞ്ഞ വർഷത്തെ റെസിപ്റ്റ് പേയ്മെന്റ് വന്നിട്ടുള്ളതാണ് ഈ വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് ഈ 20,000 വന്നിട്ടുണ്ടാവും അത്രയും എന്ത് ചെയ്യണം ഞാൻ മാറ്റണം അല്ലെ അപ്പൊ എത്ര വരും 2,000 അത്രയും ഞാൻ മാറ്റി നിർത്തി ഈ സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ് ക്ലോസിംഗ് അല്ലെ അതെന്താ ഈ വർഷം പേ ചെയ്ത് അപ്പൊ എന്തായാലും ഈ വർഷത്തെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് വന്നിട്ടുള്ള മാത്രമല്ല ഈ 20,000 വന്നിട്ടില്ല കാരണം അത് ഈ വർഷത്തെ പേ ചെയ്ത് മാത്രമേ വന്നുള്ളൂ ഈ വർഷത്തെ എക്സ്പെൻസ് മാത്രമേ 20,000 പെട്ടിട്ടുള്ളൂ ഇത് പെട്ടിട്ടില്ല അല്ലെ അപ്പൊ അത് കൊണ്ടുവരണം എത്ര 1,800 അതിന് ഞാൻ ഇവിടെ ആഡ് എന്ന് വിളിച്ചു അല്ലെ അപ്പൊ ടോട്ടൽ എത്ര വരും 20,000 ഒന്നുകൂടി 21,000 1,500 കുറച്ചു അല്ലെ 21,000 1,500 കുറച്ചു then 2,000 കൂട്ടി 1,800 കുറച്ചു അപ്പൊ ടോട്ടൽ എത്ര വരും നമ്മൾക്ക് 20,000 അല്ലെ പ്ലസ് 1,000 അപ്പൊ 21,000 ആയി മൈനസ് 1,500 അപ്പൊ 19,500 ആയി അല്ലെ മൈനസ് 2,000 അപ്പൊ 17,500 ആയി പ്ലസ് 1,800 അപ്പൊ എത്രയായി 19,300 അത്രയായിരിക്കും ഈ വർഷത്തെ പെയ്ഡ് എമൗണ്ട് എന്നുള്ള റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ ഇങ്ങനെയാണ് എക്സ്പെൻസസ് നമ്മൾക്ക് എന്ത് ചെയ്യുക തന്ന ഇൻഫോർമേഷൻ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലേക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണം എന്ന് നോക്കാം പറഞ്ഞത് ക്ലിയർ ആയല്ലേ അപ്പൊ നമുക്ക് ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം സിക്സ്ത് പ്രോബ്ലം ഇൻകം പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിക്സ്ത് പ്രോബ്ലത്തിൽ ഓക്കെ നമുക്ക് വായിച്ചു നോക്കാം ഡിറ്റർമിൻ ദ എമൗണ്ട് ടു ബി ട്രാൻസ്ഫേർഡ് ടു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് okay income for the year 2 lakhs okay income for the year ഈ വർഷത്തെ ഇൻകം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ അപ്പൊ അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണ പോലെ തന്നെ അല്ലെ അപ്പൊ ഇതിൽ രണ്ട് പാർട്ട് ഉണ്ടാവാം റിസീവ്ഡ് ഉണ്ടാവാം അതുപോലെ എന്താ ഈ വർഷത്തെ ഇൻകം റിസീവബിളും ഉണ്ടാവാം അല്ലെ നമുക്ക് ഏത് മാത്രം ആവശ്യമുള്ളൂ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണോണ്ട് റിസീവ്ഡ് സൈഡ് മാത്രമേ ആവശ്യം ഓക്കെ ദെൻ ഇൻകം റിസീവബിൾ ഓപ്പണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ഇൻകാണ് കഴിഞ്ഞ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ പോയിട്ടുണ്ടാവും അത് ഈ വർഷമാണ് കിട്ടിയിരിക്കുക അപ്പൊ ഈ 20,000 ഈ വർഷമാണ് കിട്ടിയിരിക്കുക അല്ലെ അപ്പൊ അത് ഏതായിട്ടാ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് ആയിട്ടാണ് നേരത്തെ എക്സ്പെൻസ് ഡിസ്കസ് ചെയ്ത അതേ കൺസെപ്റ്റ് തന്നെ ആയിട്ടോ വ്യത്യാസമില്ല ദെൻ ഇൻകം റിസീവബിൾ ക്ലോസിംഗ് എന്ന് പറയുന്നത് അത് ഈ വർഷത്തെ ഇൻകാണ് അല്ലെ ഈ വർഷം പേ റിസീവ് ചെയ്യാത്ത ഇൻകാണ് അത് എവിടെ പെട്ടിട്ടുണ്ടാവും ഈ പറയുന്ന 2 lakhs പെട്ടിട്ടുണ്ടാവും ഞാൻ പറയണത് ക്ലിയർ ആയോ ഈ പറയുന്ന 2 lakhs എന്ത് ചെയ്തിട്ടുണ്ടാവും പെട്ടിട്ടുണ്ടാവും അല്ലെ അപ്പൊ അതിന് അത്രയും എന്ത് ചെയ്യണം മാറ്റണം കാരണം റെസീറ്റ് ആൻഡ് പേയ്മെന്റ് ഐറ്റം അല്ലാത്തതുകൊണ്ട് അല്ലേ അപ്പൊ അത്രയും നമ്മൾ എന്ത് ചെയ്യണം ഡിഡക്ട് ചെയ്യണം എന്നർത്ഥം ഓക്കെ ദെൻ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ കഴിഞ്ഞ വർഷം ഇൻകം അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തു ഈ വർഷം അപ്പൊ കഴിഞ്ഞ വർഷത്തെ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് പോയി കാണില്ലേ അത് ഈ വർഷത്തെ ഇൻകം ആയിട്ട് ഇതാ ഇവിടെ കിടക്കുന്നുണ്ടാവും അല്ലെ ആ 2 lakhs കിടക്കുന്നുണ്ടാവും അതിന് അത്രയും നമ്മൾ എന്ത് ചെയ്യണം ഡിഡക്ട് ചെയ്യണം അത് ഈ വർഷത്തെ എവിടെ വരാൻ പാടില്ല റെസീറ്റ് ആൻഡ് പേയ്മെന്റിൽ വരാൻ പാടില്ല ആണോ ദെൻ ഇൻകം റിസീവ്ഡ് അഡ്വാൻസ് ക്ലോസിംഗ് ഈ വർഷം എനിക്ക് കിട്ടിയത് അത് വരും വർഷത്തെ ഇൻകം ആയിരിക്കും അല്ലെ അതെന്തായാലും ഈ 2 lakhs പെട്ടിട്ടുണ്ടാവില്ലല്ലോ അല്ലെ അപ്പൊ നമ്മൾ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് ഐറ്റം ആയതുകൊണ്ട് അതിലേക്ക് കൊണ്ടുവരും വേണം അല്ലെ ഇത്ര നമ്മളെ ഏർലിയർ ഡിസ്കഷൻ ഇങ്ങനെ തന്നെയായിരുന്നു അല്ലെ എക്സ്പെൻസിനെ കുറിച്ച് പറയുമ്പോഴും അപ്പൊ അതിന്റെ സൊല്യൂഷൻ എങ്ങനെ പറയാം നമുക്ക് ബോർഡിലേക്ക് ശ്രദ്ധിക്കുക അപ്പൊ എങ്ങനെ സോൾവ് ചെയ്യാം solution okay
computation of amount to be transferred to receipt and payment account അല്ലേ receipt and payment account നമ്മൾ നേരത്തെ പറഞ്ഞ income for the year എത്രയാ rupees 2 lakhs ആണോ എന്താ income receivable opening ആണോ അത് കഴിഞ്ഞ വർഷത്തേക്കാണ് ഈ വർഷം എനിക്ക് കിട്ടിക്കാണും അപ്പൊ എനിക്ക് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ എഴുതാം അല്ലെ 20,000 ആണോ then income receivable closing എന്ന് പറയുന്നത് എന്താ ഈ വർഷത്തെ ഇൻകാണ് ഈ വർഷം അത് കിട്ടിയിട്ടില്ല അത് ഈ വർഷത്തെ ഇൻകം പെട്ടിട്ടുണ്ട് അത് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ കാണിക്കാൻ പാടില്ല അപ്പൊ അത്രയും ഞാൻ എന്ത് ചെയ്തു ലെസ് ചെയ്തു എത്രയാ 21,000 അല്ലെ ഇതേപോലെ അടുത്ത ഇൻകം received in advance opening അതിന്റെ അർത്ഥം കഴിഞ്ഞ വർഷം എനിക്ക് ഈ വർഷത്തെ ഇൻകം കിട്ടിയിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ വർഷത്തെ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ പോയി പക്ഷെ ഈ വർഷം ഞാൻ എന്റെ എവിടെ കാണിച്ചിട്ടുണ്ടാവും ഈ വർഷത്തെ ഇൻകത്തിലായിട്ടുള്ള 2 lakhs കാണിച്ചിട്ടുണ്ടാവും അതിന് അത്രയും ഞാൻ മാറ്റി നിർത്തിയിട്ട് വേണം റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ കൊണ്ടുപോകാൻ അല്ലേ അത് എത്ര 10,000 ആണോ 10,000 ഓക്കെ then ലാസ്റ്റ് എന്താ ഇൻകം received in advance അല്ലെ ക്ലോസിംഗ് ആണോ അത് ഈ വർഷം കിട്ടിയിട്ടുള്ളതാണ് വരും വർഷങ്ങളിൽ ഇൻകം ആയിരിക്കും പക്ഷെ കിട്ടിയോണ്ട് എനിക്ക് റെസീറ്റ് ആൻഡ് പേയ്മെന്റിലേക്ക് എന്ത് ചെയ്യാം കൊണ്ടുപോവാം എത്ര വരും 25,000 അപ്പൊ ടോട്ടൽ എത്ര വന്നു നോക്കാം അല്ലെ ടോട്ടൽ എത്ര വന്നു നോക്കാം കൂട്ടിയൊക്കെ വന്നു 2 lakh അല്ലെ 2 lakh 2 lakh 20,000 കൂട്ടി 2 lakh 20,000 ആയി അതിന് 31,000 കുറച്ചു ആമാ 2 lakh 20,000 എത്ര കുറച്ചു 31,000 കുറച്ചു 2 lakh 20,000 31,000 കുറച്ചു ആണോ എന്നിട്ട് എന്ത് ചെയ്യണം 25,000 നമ്മൾ കൂട്ടും ഓക്കെ 25,000 നമ്മൾ കൂട്ടണം അപ്പൊ എത്ര വന്നു 2 lakh 14,000 ഇതായിരിക്കും റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലേക്ക് പോകുന്ന ഇൻകം പാർട്ട് ഇത്രയും ക്ലിയർ ആയോ അപ്പൊ നമ്മളിപ്പോ ഇൻകം സൈഡും പഠിച്ചു ഏത് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണ ഭാഗം അല്ലെ അപ്പൊ നമ്മൾ 6 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അല്ലെ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ബേസിക് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ 6 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കി ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് തന്ന ഇൻഫോർമേഷന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് പോകുന്ന എമൗണ്ട് കണ്ടുപിടിക്കലായിരുന്നു അല്ലെ അതിനൊരു കൺസെപ്റ്റ് യൂസ് ചെയ്തു അത് എക്സ്പെൻസ് പാർട്ടും ചെയ്തു ഇൻകത്തിന്റെ പാർട്ടും ചെയ്തു സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ ചെയ്തത് തന്ന ഇൻഫോർമേഷന് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലേക്ക് എത്രത്തോളം ട്രാൻസ്ഫർ ചെയ്യണം നോക്കി അതിൽ ആദ്യം എക്സ്പെൻസ് പാർട്ടും ചെയ്തു പിന്നെ ഇൻകം പാർട്ടും ചെയ്തു അല്ലെ അപ്പൊ ആദ്യത്തെ ബേസിക് ആസ്പെക്ട്സ് പ്രോബ്ലത്തിൽ ബേസിക് ആസ്പെക്ട്സ് എന്ത് ചെയ്തു അവസാനിച്ചു ഓക്കെ ഇനി നമുക്ക് ഡീൽ ചെയ്യാനുള്ളത് കുറച്ച് ഇൻഫോർമേഷൻ തരും അതിന് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക ആ ഒരു പ്രോബ്ലത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം അടുത്തായിട്ട് കിടക്കാം അത് നമുക്ക് അടുത്ത കൺസെപ്റ്റിലേക്ക് പോകാം ഓക്കെ എക്സാമ്പിൾ 7 നോക്കിക്കോളൂ എഴുതിയിട്ടുള്ള ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ prepare receipts and payment account from the following information prepare receipts and payment account എന്തൊക്കെയാ തന്നിട്ടുള്ളത് നമുക്ക് നമ്മളോട് തന്ന ഇൻഫോർമേഷൻ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത് അപ്പൊ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പഠിക്കാം ഓക്കെ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രത്യേകത എന്താ അത് നോക്കിയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ എടുക്കാം എന്തായാലും എല്ലാ റെസീപ്റ്റും എല്ലാ പേയ്മെന്റ്സും വെദർ ത്രൂ ക്യാഷ് ഓർ ത്രൂ ബാങ്ക് ഓക്കെ നമ്മൾ എന്ത് ചെയ്യണത് റെക്കോർഡ് ചെയ്യണം അത് ക്യാപിറ്റൽ നേച്ചർ ആയിക്കോട്ടെ റവന്യൂ നേച്ചർ ആയിക്കോട്ടെ റെക്കോർഡ് ചെയ്യണം അത് ഈ വർഷം ആയിക്കോട്ടെ കഴിഞ്ഞ വർഷം ആയിക്കോട്ടെ വരും വർഷത്തെ ആയിക്കോട്ടെ നമ്മൾ അക്കൗണ്ട് ചെയ്യണം അതാണ് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഈക്വൽ ടു എ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് അല്ലെ അപ്പൊ നമുക്ക് നോക്കാം ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് എത്ര തന്നിട്ടുണ്ട് 20,000 തന്നിട്ടുണ്ട് ഓപ്പണിംഗ് ബാങ്ക് ബാലൻസ് എത്ര തന്നിട്ടുണ്ട് 10,000 തന്നിട്ടുണ്ട് ഓക്കെ ഇത് ക്ലിയർ ആയല്ലോ ദെൻ സാലറി പെയ്ഡ് തന്നെയാ പറഞ്ഞിട്ടുള്ളത് അല്ലെ 2,000 അപ്പൊ എന്തായാലും പേ ചെയ്തായിരിക്കും അത് പക്ഷെ ബാങ്കിൽ നിന്നാണോ പോയിട്ടുള്ള ക്യാഷ് ആയിട്ടാണോ പോയിട്ടുള്ളത് നമുക്ക് അറിയില്ല പറഞ്ഞിട്ടില്ല ക്വസ്റ്റ്യൻ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി 1000 പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അസ്യൂം ചെയ്യണമെന്നും പറയാത്തോണ്ട് പെയ്ഡ് ആന്നുള്ളത് അത് ഈ പറഞ്ഞ പോലെ ക്യാഷ് നിന്നാണോ ബാങ്ക് ആയിട്ടാണോ പോയിട്ടുള്ളത് നമ്മളോട് പറഞ്ഞിട്ടില്ല അല്ലെ ഡൊണേഷൻ റിസീവ്ഡ് അപ്പൊ അതെന്താ ഇൻകം ആണല്ലോ അല്ലെ നമ്മൾ ഡൊണേഷനെ കുറിച്ച് ഇന്നലെ പഠിച്ചിരുന്നു ഡൊണേഷൻ സ്പെസിഫിക് ഉണ്ടാവാം ജനറൽ ഉണ്ടാവാം ഓക്കെ നമ്മൾ സാധാരണ ഒന്നും പറഞ്ഞ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആയിട്ട് എടുക്കാം അല്ലെ 20,000 ഈ 20,000 റിസീവ്ഡ് എന്നാ പറഞ്ഞിട്ട് അത് ബാങ്ക് ആണോ ക്യാഷ് ആണോ പറഞ്ഞിട്ടില്ല
ദെൻ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ്, ഇത് ഇൻകം ആൻഡ് ഇതെന്താ ഇൻകായിട്ട് കണക്കാക്കാം അല്ലെ? യെസ്, ഇൻകായിട്ട് കണക്കാക്കാം. ഇത് റിസീവ്ഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ത്രൂ ക്യാഷ് ആണോ ബാങ്ക് ആണോ എന്ന് പറഞ്ഞിട്ടില്ല. എൻട്രി ഫീ അത് ജനറലി ക്യാപിറ്റൽ നേച്ചർ ആണെന്ന് പറഞ്ഞു, ആണോ? യെസ്, 1000 ആണ്. അത് ഇൻകായിട്ടാണ് കണക്കാക്കണം, കിട്ടണാണ് അല്ലെ? അപ്പൊ അത് നമുക്ക് ക്യാഷ് ആണോ ബാങ്ക് ആണോ എന്ന് പറഞ്ഞിട്ടില്ല, അത് നോക്കാം. പർച്ചേസ്ഡ് ഫർണിച്ചർ 10,000, ഫർണിച്ചർ പർച്ചേസ് ചെയ്തത് പേയ്മെന്റിന് തുല്യാണല്ലോ അല്ലെ? അപ്പൊ അതെന്താ ക്യാഷ് ആണോ ബാങ്ക് ആണോ ഒന്നും പറഞ്ഞിട്ട്, ത്രൂ ക്യാഷ് ആണോ ബാങ്ക് ആണോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഒന്നും പറയാത്ത സ്ഥിതിക്ക് ശ്രദ്ധിക്കുക കേട്ടോ. എപ്പോഴും ഞാൻ നല്ല 2 ഫോർമാറ്റ് ബോർഡിലേക്ക് ശ്രദ്ധിച്ചോളൂ. 2 ഫോർമാറ്റ് പറഞ്ഞിരുന്നു. ഒന്ന്, ഓപ്പണിംഗ് ബാലൻസ് എഴുതുമ്പോ ക്യാഷും ബാങ്കും ഒരു ഇതിൽ തന്നെ എഴുതിയിട്ട് ഒരു കോളം വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു, ബോർഡിലേക്ക് ശ്രദ്ധിച്ചോളൂ, ക്യാഷിനും ബാങ്കിനും എന്ത് ചെയ്യുക, സെപ്പറേറ്റ് കോളം 2 സൈഡിൽ കൊടുക്കുക അല്ലെ? ബോർഡിലേക്ക് ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യണത്, അതായത് സെപ്പറേറ്റ് കോളം കൊടുക്കണമെങ്കിൽ ബാങ്കിൽ നിന്ന് എത്ര എമൗണ്ടുകൾ പോയിട്ടുണ്ട്, ക്യാഷ് ആയിട്ട് എത്ര പേ ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ്ലി തന്നാൽ മാത്രമേ എനിക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതർവൈസ് നമ്മൾ ഒറ്റ കോളം വെച്ചിട്ട് പ്രോബ്ലം ചെയ്താൽ മതി. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ഒരു കോളം മതി. ക്യാഷ് ആയിട്ട് എത്ര പോയിട്ടുണ്ട്, ബാങ്ക് ആയിട്ട് എത്ര പേയ്മെന്റ് ഉണ്ട്, സെപ്പറേറ്റ്ലി പറയാത്ത സ്ഥിതിക്ക് നമുക്ക് ഒരു ഒറ്റ കോളം വെച്ചിട്ട് ചെയ്താൽ മതി അല്ലെ? അങ്ങനെ നമുക്ക് പ്രോബ്ലം ചെയ്യാമല്ലോ. ക്വസ്റ്റിന്റെ ഓർഡറിൽ പ്രോബ്ലം ചെയ്യപ്പെടും കേട്ടോ. നോക്കിക്കോളൂ ഞാൻ എങ്ങനെ ചെയ്യണം നോക്കിക്കോളൂ. ക്വസ്റ്റിന്റെ ഓർഡറിൽ ചെയ്യാം. നമ്മൾ എഴുതുമ്പോ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഓഫ് ഇന്ന കമ്പനി എന്ന് എഴുതണം കേട്ടോ. ഇവിടെ പറയാത്തോണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇടുന്നു, ഫോർ ദ പീരീഡ് എൻഡഡ്. ഇവിടെ ഒന്നും ക്വസ്റ്റ്യനിൽ പറയാത്തോണ്ട് ഒന്നും ഞാൻ എഴുതുന്നില്ല. ഫോർ ദ പീരീഡ് 31st മാർച്ചോ ഏതാച്ചാ അതേപോലെ എഴുതി വെക്കണം. ഓക്കെ, ഇത് ഞാൻ ഒരു ഇത് വരച്ചു. ഓക്കെ, റെസീപ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡെബിറ്റ് അല്ല, ക്യാഷ് ബുക്കിന് തുല്യാന്ന് പറഞ്ഞു അല്ലെ? റെസീപ്റ്റ് പറയുമ്പോൾ ഡെബിറ്റ് സൈഡിലാണ് വരിക അല്ലെ, റുപ്പീസ്. പേയ്മെന്റ് എന്ന് പറയുമ്പോൾ എവിടെ വരിക, ക്രെഡിറ്റ് സൈഡിലാണ് വരിക, റുപ്പീസ്. ആണോ? ഇത് ക്ലിയർ ആയില്ല? ഇനി നോക്കാം ഓരോന്നായിട്ട് കേട്ടോ. ഓപ്പണിംഗ് എന്താ, ക്യാഷ് ബാലൻസ്. അപ്പൊ ഞാൻ ഇവിടെ എന്ത് എഴുതി, ടു ബാലൻസ് അല്ലെ, ബ്രോട്ട് ഡൗൺ. ക്യാഷ് എത്ര വന്നു, 20,000 ചോദ്യത്തിൽ തന്നിട്ടുണ്ട് അല്ലെ? അതുപോലെ ബാങ്ക് ബാലൻസ് എത്ര തന്നിട്ടുണ്ട്, 10,000 തന്നിട്ടുണ്ട്. അപ്പൊ അത് ഇത് ക്ലിയർ ആയല്ലോ. ദെൻ സാലറി പെയ്ഡ്, പേയ്മെന്റ് ആണല്ലോ അല്ലെ? അപ്പൊ സാലറി പെയ്ഡ്, അപ്പൊ ഞാൻ ഇവിടെ എഴുതി ബൈ സാലറി പെയ്ഡ്. ഓക്കെ, എത്ര വന്നു, 2,000. അപ്പൊ ഞാൻ ഈ 3 ഐറ്റംസ് ഞാൻ ഇവിടെ ടിക്ക് ഇട്ട് വെക്കണം കേട്ടോ. ശ്രദ്ധിച്ചോളാം, ഞാൻ ഇവിടെ ടിക്ക് ഇടണം. ഇത് ഞാൻ എടുത്തു എന്ന് ഞാൻ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനി പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, അതും പേയ്മെന്റ് ആണല്ലോ അല്ലെ? സോ ബൈ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി അല്ലെ? പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എത്ര വരുന്നുണ്ട്, 1000. അപ്പൊ ആ ഐറ്റം ഞാൻ കൺസിഡർ, അത് ഞാൻ ടിക്ക് ഇട്ടു. ഡൊണേഷൻ റിസീവ്ഡ് അല്ലെ? അതെന്താ, റെസീപ്റ്റ് അല്ലേ? ടു ഡൊണേഷൻ റിസീവ്ഡ്. ഓക്കെ, ടു ഡൊണേഷൻ റിസീവ്ഡ്. ഇത് ക്ലിയർ ആയോ? പറഞ്ഞ മനസ്സിലാവുണ്ടല്ലോ അല്ലെ? ഡൊണേഷൻ റിസീവ്ഡ് എത്രയാ, 20,000. ഓക്കെ, ദെൻ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ്, അതും റെസീപ്റ്റ് ആണ്. ടു സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ്, റിസീവ്ഡ് എത്രയാ, 10,000 അല്ലെ? ദെൻ എൻട്രി ഫീ, അതും അതെ നമ്മളെ സംബന്ധിച്ചുള്ളത് റെസിപ്റ്റ് ആണ്. എൻട്രി ഫീ 1000. നമ്മൾ ഏത് വർഷത്തെയാണ് നോക്കണ്ട, ക്യാപിറ്റൽ ആണോ റവന്യൂ ആണോ നോക്കേണ്ട ആവശ്യമില്ല അല്ലെ? ഇവിടെ വരുന്ന സമയത്ത് നമ്മൾക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്യാം. ഞാൻ ആകെ ഒരു ഐറ്റം ഉള്ളൂ, ഏതാ, ഫർണിച്ചർ മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പൊ അത് റെക്കോർഡ് ചെയ്യാം. ഫർണിച്ചർ പേയ്മെന്റ് അല്ലേ, പർച്ചേസ് ഫർണിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഫർണിച്ചർ, ബൈ ഫർണിച്ചർ എത്ര വരുന്നുണ്ട്, 10,000 അല്ലെ? വേറെ ഐറ്റംസ് ഒന്നും ഇല്ല. അപ്പൊ ഇത് ഞാൻ എന്ത് ചെയ്തു, കൺസിഡർ ചെയ്തു, അല്ലെ? എടുക്കണ ഇപ്പൊ ടിക്ക് അടിച്ചു പോവാന്നല്ല, ആണോ? നമുക്ക് ഇതെന്താ, ഇത്രയും കാശ് ഉണ്ടാകാൻ ഇത്രയും ചിലവാക്കി, ബാക്കി ക്ലോസിംഗ് ബാലൻസ് അല്ലേ വരിക അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം, ബാലൻസ് ചെയ്ത് നോക്കാം അല്ലെ? ഈ സൈഡ് എത്ര വരുന്ന, 30, 30, 50, 60, 61,000 അല്ലെ? 20, 30, 30, 50, 60, 61,000. 61,000 എത്ര പോയി, 61,000 എടുത്ത് എഴുതി. 10,000, 13,000 പോയി അല്ലെ? ബാക്കി എത്ര ഉണ്ട്, 48,000. ആ 48,000 ആണ് ബാലൻസ്. അപ്പൊ ഇവിടെ ഒരു പ്രശ്നം ശ്രദ്ധിച്ചോളൂ കേട്ടോ. അത് ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും നമുക്ക് സെപ്പറേറ്റ്ലി ഓപ്പൺ ചെയ്യുന്നുണ്ട്. പക്ഷെ
ക്ലോസിംഗ് സെപ്പറേറ്റ്ലി നമ്മൾക്ക് ഏതെങ്കിലും ഒന്നിന്റെ ക്ലോസിംഗ് ബാലൻസ് തന്നിരുന്നു എങ്കിൽ കുഴപ്പമുണ്ടായില്ല. അപ്പൊ 48,000-ല് ചോദ്യത്തിൽ പറഞ്ഞിരുന്നു ബാങ്ക് ഒരു 12,000 വിചാരിക്കും. ബാക്കി 36,000 എന്തായിട്ട് കണക്കാക്കായിരുന്നു? ക്യാഷ് ബാലൻസ് ആയിട്ട് കണക്കാക്കായിരുന്നു. ചോദ്യത്തിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞെങ്കിൽ ബാക്കിയുള്ള ക്യാഷോ ബാങ്കോ ആയിട്ട് കണക്കാക്കായിരുന്നു അല്ലെ. പക്ഷെ ഇവിടെ പറയാത്തതുകൊണ്ട് നമുക്ക് വേറെ നിവൃത്തിയില്ല, സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ നിവൃത്തിയില്ല. ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്നിട്ട് ബ്രാക്കറ്റിൽ ചെയ്ത് വെച്ചു ക്യാഷ് ആൻഡ് ബാങ്ക് ഒരുമിച്ച്, രണ്ടും കൂടിയ എമൗണ്ട് എത്രയാ? 48,000. ഇത് ക്ലിയർ ആയല്ലേ? ഇത്ര ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതേ ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ട് ശ്രദ്ധിച്ചോളൂ. ഇതേ ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഫോർ എക്സാമ്പിൾ ചോദ്യത്തിൽ പറഞ്ഞിരുന്നു എന്ന് വിചാരിക്കുക, ക്ലോസിംഗ് ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് ₹12,000 ആണല്ലോ. അങ്ങനെ ചോദ്യത്തിൽ പറഞ്ഞെന്ന് വിചാരിക്കുക, ക്വസ്റ്റ്യൻ പാർട്ടിൽ ഇതും കൂടി പെട്ടിരുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഈസിയാണ് ഈ പ്രോബ്ലം എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം. മൊത്തം 48,000 അല്ലെ. അതിൽ നമ്മൾക്ക് ക്യാഷ് ബാങ്ക് 12,000 ആയിട്ട് ഇട്ട് വെക്കാം. ബാക്കി 36,000 എന്തായിരിക്കും? ക്യാഷ് ആയിരിക്കും. അതാ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒന്ന് തന്നിരുന്നുവെങ്കിൽ നമ്മൾക്ക് മറ്റേത് എടുത്തെഴുതാൻ എളുപ്പമാണ്. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ അങ്ങനെ തരാത്തോണ്ട് നമ്മൾ ക്യാഷ് ആൻഡ് ബാങ്ക് കൊണ്ട് ഒറ്റയ്ക്ക് എടുത്തെഴുതി മൊത്തം 48,000 എന്ന് പറഞ്ഞിട്ട്. ഇത്രയും ക്ലിയർ ആയോ? ഇതാണ് ഒരു ഈസി പ്രോബ്ലം വിത്ത് റിഗാർഡ് ടു പ്രിപ്പറേഷൻ ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഫ്രം ദ ഗിവൺ ഇൻഫോർമേഷൻ. നമുക്ക് മനസ്സിലായെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? എക്സ്പെക്ട് ചെയ്യുന്നു കേട്ടോ.